വാർത്തകൾ ഫലം കാണുന്ന ഒരു കാഴ്ച കാണിച്ചു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ കാര്യം. അതെ, നോക്കി. ഇന്നിപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണെങ്കിൽ കൂടിയും ഇത്തരം ഒരു നല്ല പ്രവൃത്തിയോടെ കാണുന്നത് വളരെ സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ്. ഇത് ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ചെറിയ ചെറിയ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതോ അനാസ്ഥയോ ആയിരിക്കും വലിയ വലിയ അപകടങ്ങൾക്ക് അവസരമുണ്ടാക്കുന്നത്. കാട് പിടിച്ച് കിടന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൊടുത്ത ദൃശ്യം ഒന്നുകൂടെ നിങ്ങൾ കാട്ടിത്തരാം. അതിനെയാണിപ്പോൾ KSEB പ്രവർത്തകർ വന്ന് അതിനെ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ. അതിനെ പരിപൂർണമായിട്ടിപ്പോൾ വെട്ടി വൃത്തിയാക്കി അന്ന് നമ്മൾ കണ്ട ആ ബോർഡൊക്കെ ഇപ്പോൾ എത്ര ക്ലാരിറ്റിയോടുകൂടി കാണുന്നു നോക്കി. പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കി ഒരു ട്രാൻസ്ഫോമർ ഇടം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു തലസ്ഥാന നഗരത്തിലെ അല്ലെങ്കിൽ കഴക്കൂട്ടം പോലെ ഒരു ഹൃദയഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട, അതായത് നിങ്ങൾക്ക് അന്ന് തന്നെ ദൃശ്യം കാണിച്ചു തന്നു, കഴക്കൂട്ടം എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് മാറിക്കൊണ്ടിരിക്കേണ്ട ഇടമാണ്. അവിടെ സംബന്ധിക്കുന്നിടത്തോളമാണ് ഇപ്പോൾ കണ്ടില്ലേ, വൃത്തിയാക്കി അവർ ഫോട്ടോ എടുത്ത് എനിക്ക് ഒന്ന് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനാണെന്ന് തോന്നുന്നു. അന്ന് തന്നെ ഇതിൻ്റെ ഒരു കാട് പിടിച്ച അവസ്ഥയെക്കുറിച്ചൊക്കെ നിങ്ങൾ കാട്ടിത്തന്നിരുന്നു. ആ കാട് പിടിച്ചതൊക്കെ മനോഹരമായി. ഇനിയിപ്പോൾ അപകടങ്ങളില്ല. രാത്രി കറണ്ട് പോയാലും വന്ന് കയറിയാൽ എന്തെങ്കിലും ഇഴജന്തുക്കൾ മറ്റോ ഒന്നും കടിച്ച അപകടം ഉണ്ടാകില്ല. കാര്യങ്ങളൊക്കെ വൃത്തിയായിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം കാഴ്ചകളിലൊക്കെ. ഒരു കാര്യം ഒരുപക്ഷെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ, അത് ബന്ധപ്പെട്ടവർ ഫീൽഡിലുള്ളവർ അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ, അത് അറിഞ്ഞാൽ ഉടനടി അതിന് ഒരു നടപടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് നാടിനാവശ്യം. ഇപ്പോൾ നോക്കൂ, ആ ഫീസൊക്കെ എത്ര ഭംഗിയായിട്ടും അപകടരഹിതമായിട്ടുണ്ട് എന്നുള്ള കാര്യം. നേരത്തെ അത് എത്രമാത്രം അപകടാവസ്ഥയിലാണെന്നും പുല്ല് കാട് പിടിച്ച് കിടന്നതെല്ലാം എന്താ വെട്ടി സൈഡിലേക്ക് ഇട്ട് കുട്ടപ്പനാക്കി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഭംഗിയാക്കി കുട്ടപ്പനാക്കി KSEB അധികൃതർ അത് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരെ അഭിനന്ദിക്കാതെ തരമില്ല. കാര്യങ്ങൾ അറിഞ്ഞാൽ കൃത്യമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ കാര്യങ്ങളിൽ ഇതേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ മറ്റ് മേന്മകൾക്ക് വേണ്ടിയൊന്നുമില്ല. നാട്ടിലെ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നശിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവിടെ അനാസ്ഥയാണെന്നൊക്കെ കുറ്റം പറയാനുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തുക. ആ ഇടപെടൽ നടത്തുമ്പോഴാണ് ജനങ്ങൾക്ക് ഇതിനോടുള്ള വിശ്വാസ്യത വരുന്നത്. അല്ലാതെ എന്തും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഒരു കാര്യം കാട് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ബന്ധപ്പെട്ടവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതിന് ജനങ്ങൾ വായിച്ചെടുക്കുന്ന ഒരു രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് രീതി. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ എന്നുള്ളൊരു പൊതു തോന്നൽ ഉണ്ടാക്കാനേ അവസരമുണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ആ കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുകയും ചുരുങ്ങിയ 2 ദിവസത്തിനകത്ത് തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ രീതിയിൽ അതിനെ ക്ലിയർ ചെയ്ത് ഭംഗിയാക്കി ഒരു നല്ല ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ഒരു നഗരത്തിൽ നിൽക്കേണ്ടത്, അതിൻ്റെ അന്തസ്സിലും പെരുമയിലും ആഭിജാത്യത്തിലും കൊണ്ടുവന്ന് നിർത്താനായിട്ട് തയ്യാറായ ഉദ്യോഗസ്ഥരെല്ലാം അഭിനന്ദിക്കുകയാണ്. കഴക്കൂട്ടത്തൊരു ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ ഒരു ചായ കുടിക്കാൻ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നിങ്ങളുടെ കാണണം. ചില അനാസ്ഥകളാണ്. ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ നാട്ടിൽ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട് മരങ്ങൾ മുറിക്കാനും ചില്ലകൾ മുറിക്കാനൊക്കെ വരുന്നുണ്ട്. കാര്യം വൈദ്യുതി തടസ്സം നേരിടാനാണ്. ഇൻ കേസ് രാത്രി ഫ്യൂസ് പോയെന്ന് വിചാരിച്ചു, ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന കഴക്കൂട്ട സെക്ഷൻ ഓഫീസിന് കീഴിൽ ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കും. അതായത് ഈ പാലത്തിന്, കഴക്കൂട്ട പാലത്തിന് തൊട്ടടുത്തായിട്ട് വരുന്നൊരു ട്രാൻസ്ഫോമർ. ഓക്കെ, എങ്ങനെയായിരിക്കും ഒരു രാത്രി ഒരു ഫീസ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അവർക്ക് കയറി ഫീസ് കെട്ടാൻ പറ്റുക? കാര്യം വൈദ്യുതി അടഞ്ഞു കിടക്കുന്ന സന്ദർഭമാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഴജന്തുക്കളോ മറ്റതോ കയറി കിടന്നാൽ ഈ കാട്ടിൻ്റെ ഇടയിൽ വന്നവർ എങ്ങനെയായിരിക്കും ഇത് കെട്ടുക? ചില അനാസ്ഥകളാണ്. അരമണിക്കൂറത്തെ ഒരു പരിപാടിയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ വന്ന് ഈ പറയുന്ന ഇടങ്ങളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോൾ ഒന്ന് കയറി വൃത്തിയാക്കി ഇട്ടിരുന്നാൽ എന്തായിരിക്കും കുഴപ്പം? കണ്ടോ, അതിൻ്റെ നമ്പർ കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പോഴത്തെ ഈ ഇത് നോക്കി, കാട് പിടിച്ച് ഒരു പക്ഷേ മഴയത്ത് ഇതിനകത്ത് വന്നിട്ട്, ഇപ്പോൾ മഴ പെയ്യുന്ന ഇടവിട്ട് കേരളത്തിൽ മഴ പെയ്യുന്ന സന്ദർഭമാണ്. അതിനകത്ത് ഇതിലേക്ക് വരുമ്പോൾ നോക്കൂ, അതിനകത്ത് ആ ഫ്യൂസിന് ചുറ്റാകെ എല്ലാം പുല്ല് കയറി കാട് പിടിച്ച് കിടക്കുന്ന നോക്കി. കണ്ടാൽ ഉപയോഗശൂന്യമാണെന്ന് പെട്ടെന്ന് തോന്നി. പിന്നീടാണ് നോക്കിയപ്പോൾ അതിനകത്ത് ചില മേഖലകളിലെ ഫീസുകളാണ്. കുമിഴിക്കര റോഡ്,
ഒന്ന് LTABC എന്നൊക്കെ എഴുതിയിരിക്കുന്നു, പക്ഷേ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ അതുപോലും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അല്ലേ ഈ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുത്തുന്ന അനാസ്ഥയിൽ. ഒരുപക്ഷെ ഈ പുല്ലൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മഴ പെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഫീസിനകത്ത് വെള്ളം ഇറങ്ങാം. നിങ്ങൾ നോക്കിയാൽ മതി, പുല്ലൊക്കെ വളരുമ്പോൾ അതിനകത്തൂടെ വെള്ളം ഫീസിനകത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പല ശ്രദ്ധയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന അനാസ്ഥകൾ. ഇതിനെതിരെയൊക്കെയാണ് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതിലൊക്കെ. എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ വിളിക്കുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ. ട്രാൻസ്ഫോർ അല്ലെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ഇത്രയും കാട് പിടിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അതും കഴക്കൂട്ടം പോലൊരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കാഴ്ച. പ്രധാനപ്പെട്ട റോഡിലെ ഒരു കാഴ്ചയാണ്. അതാണ് അതിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാഴ്ച. നഗരമധ്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഗ്രാമപ്രദേശത്താണെങ്കിലും വേണ്ടില്ല, ഒരു നഗരത്തിൻ്റെ ഒത്ത നടുക്കുള്ള, അതായത് ഇവിടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത്. ആ ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നടു റോഡിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ, ജസ്റ്റ് നോക്കിയാൽ വാഹനങ്ങളെല്ലാം പോകുന്നതാണ്. ആ ഇടത്താണ് KSEBിയുടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആക്രി അവസ്ഥയും കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നന്നാക്കിക്കൂടെ സാറന്മാരെ? അത് പറയാതിരിക്കാൻ തരമില്ല. നാട്ടുകാർക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. അതിലെന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആക്കി മാറ്റിയത്.